തിരുവനന്തപുരം മണ്ഡലത്തിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളുകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനമാണ് ഈ മണ്ഡലത്തിൽ എടുത്തു പറയേണ്ടത്. അതിൽ പ്രധാനം 36,000 സ്ക്വയർ ഫീറ്റിൽ ഈ പണി കഴിപ്പിച്ച മണക്കാട് കാർത്തിക തിരുനാൾ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വികസനം തന്നെയാണ്. കാട് പിടിച്ചു കിടന്ന സ്ഥലം വെട്ടിത്തെളിച്ചാണ് മണക്കാട് പുതിയ സ്കൂൾ നിർമ്മിച്ചത്. കാർത്തിക തിരുനാൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് 1942 മണക്കാട് പ്രവർത്തനം ആരംഭിച്ചത്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച തലസ്ഥാനത്തിന്റെ അഭിമാനമായ ഈ പെൺപള്ളിക്കൂടം ഇപ്പോൾ മികവിന്റെ കേന്ദ്രമാണ്. 3000-ലധികം പെൺകുട്ടികൾ പഠിക്കുന്ന തിരുവനന്തപുരം മണക്കാട് കാർത്തിക തിരുനാൾ സ്കൂൾ കഴിഞ്ഞ 4 കൊല്ലത്തിനിടെ അടിമുടി മാറി. ഇപ്പോൾ ഏത് സ്വകാര്യ സ്കൂളിനെയും വെല്ലുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ. വളരെ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ആയിരുന്നാലും വളരെ ക്രമീകരിച്ചായിരുന്നു, വളരെ കുറവായിരുന്നു. ഇപ്പോൾ തന്നെ ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വന്ന് വളരെയധികം വികസനം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രൈവറ്റ് സ്കൂളുകളിൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയാണ് അവർ അഡ്മിഷൻ പോലും തരുന്നത്. ആ അവസ്ഥയിൽ 100 രൂപ പോലും ചെലവില്ലാതെ ഒരു സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ ഉപകാരപ്രദമാണ്. 5 കോടി കിഫ്ബിയുടെ ധനസഹായം, MLA ഫണ്ടിൽ നിന്ന് 2.08 കോടി. കൈറ്റിനെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി തെരഞ്ഞെടുത്ത് നിശ്ചിത സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ കാർത്തിക തിരുനാൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പടുത്തുയർത്തിയത് വിദ്യാർത്ഥികളുടെ സ്വപ്നം. ഇതിൽ 32 ക്ലാസ് റൂമുകൾ, ഒരു സയൻസ് ലാബ്, ഒരു കമ്പ്യൂട്ടർ ലാബ്, കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള കിച്ചൺ, അതുപോലെ പെൺകുട്ടികൾക്ക് വിശ്രമിക്കുന്നതിനുള്ള സംവിധാനം, ഇതെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തീരമേഖലയിലുള്ള കുട്ടികളാണ് കൂടുതൽ ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഈ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതോടുകൂടി തന്നെ പഠന നിലവാരത്തിലും വലിയ മാറ്റം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുകയാണ്. 2 ഓഫീസ് മുറികൾ, 2 സ്റ്റാഫ് റൂമുകൾ, ഒരു ഡൈനിങ് ഹാൾ, ഭൂമിക്കടിയിൽ 1 ലക്ഷം ലിറ്റർ ജലം സംഭരിക്കാവുന്ന സംഭരണി, കാത്തിരിപ്പ് മുറി, സ്റ്റേജ് ഇവയെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചു. ഭാവി വികസനം മുന്നിൽ കണ്ട ലിഫ്റ്റിനായും സ്ഥലം മാറ്റിവെച്ചു. അങ്ങനെ അടിമുടി പുതിയ മുഖഛായയിലാണ് സ്കൂൾ ഇപ്പോൾ. മണക്കാട് ഗേൾസ് ഹൈസ്കൂളിൽ 5 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കിഫ്ബിയുടെ ഫണ്ടും അതിൽ തന്നെ MLA ഫണ്ട് 2 കോടി അതുകൂടെ കൊടുത്തുകൊണ്ട് 7 കോടി രൂപയുടെ ഒരു കെട്ടിടം സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരം മണ്ഡലത്തിൽ വികസനം യാഥാർത്ഥ്യമായ മറ്റ് സ്കൂളുകളുമുണ്ട്. തലസ്ഥാനത്തെ പ്രസിദ്ധമായ കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3.18 കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രവൃത്തിക്കുള്ള പ്രപ്പോസലിന്മേൽ കിഫ്ബി അപ്രൈസൽ അന്തിമഘട്ടത്തിലാണ്. കിഫ്ബിയിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് 18 കോടി രൂപ മുടക്കി കോട്ടൺ സ്കൂളിൽ വലിയൊരു കെട്ടിട നിർമ്മാണം അതിപ്പോൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. അന്ന് പറഞ്ഞ പല സ്ഥലത്തുമായിട്ട് ആ കെട്ടിടങ്ങളുള്ളത് ഒരു വലിയ കെട്ടിടത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു സ്കൂൾ കെട്ടിട നിർമ്മാണം. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ അതിനുപരിയായിട്ട് തന്നെ കോട്ടൺ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി 3.18 കോടി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. തീരദേശത്തെ മറ്റൊരു സ്കൂളായ ഭീമാവള്ളി UPSന് അനുവദിച്ച 1.25 കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നേരത്തെ നിർവഹിച്ചിരുന്നു.
കിഫ്ബിയുടെ കർശനമായ ഗുണനിലവാരത്തിൻ്റെ അവരെ മേൽനോട്ടത്തിൽ എല്ലാ പരിശോധനകളും വളരെ കാര്യക്ഷമമായി നടത്തിയാണ് ഇതിൻ്റെ പണി പൂർത്തിയായിട്ടുള്ളത്. ക്ലാസ് മുറികളെല്ലാം ഹൈടെക് ക്ലാസ് മുറികളാണ്. വളരെ ആധുനിക രീതിയിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ പോയിന്റ് പ്രസൻറ്റേഷനുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടാകും. തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്കൂളുകൾ മാത്രമല്ല, നഗരഹൃദയത്തിലെ കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉതകുന്ന മാറ്റത്തിന്റെ പാതയിലാണ്. ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ 1ാം ഘട്ട വികസനത്തിന് 7.57 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ക്ലാസ് റൂമുകൾ, ക്യാൻറ്റീൻ, സെമിനാർ ഹാളുകൾ, സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങി ഒട്ടനവധി സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബഹുനില കെട്ടിടം ഇവിടെ ഉയരുന്നത്. ഈ കെട്ടിടം വരുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ക്ലാസ് റൂമുകളുടെ ക്ഷാമത്തിനും ഇവിടെ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുക. അവിടെ വലിയ ട്രാഫിക് ബ്ലോക്കാണ്. അവിടെ അതിൻ്റെ DPR പോലും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം കിഫ്ബിയുടെ CEO-ആയിട്ടൊക്കെ ഞാൻ മീറ്റിങ്ങുകൾ കൂടി അതിന് സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് ചില സജഷൻസ് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അടിയന്തരമായിട്ട് DPR തയ്യാറാക്കി പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണത്തിന് അരുവിക്കരയെന്ന ഏക സ്രോതസ്സിനെ ആശ്രയിക്കുന്ന രീതി മാറണമെന്നത് തലസ്ഥാനത്തിന്റെ ദീർഘനാളായുള്ള ആവശ്യവും അഭിലാഷവുമാണ്. 2 വർഷം മുൻപ് നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം അരുവിക്കരയിലെത്തിച്ച് വരൾച്ചയെ നേരിട്ടവരാണ് തലസ്ഥാനവാസികൾ. നെയ്യാറിൽ നിന്ന് ജലമെത്തിച്ചുള്ള കുടിവെള്ള വിതരണത്തിന് സ്ഥിരം സംവിധാനം വിദൂരമല്ല. കിഫ്ബി സഹായത്തോടെ ഇതിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വരുന്ന 1/4 നൂറ്റാണ്ട് മുന്നിൽ കണ്ടുള്ള പദ്ധതിയാണിത്. 206 കോടി രൂപയുടെ ഈ നെയ്യാർ ഡാമിൽ നിന്നും നഗരത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുവരുന്ന ഒരു പദ്ധതി, അത് UDF ഗവൺമെന്റ് കാലത്ത് ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ കിഫ്ബി അവിടെ സ്ഥലം ഏറ്റെടുത്ത് പമ്പ് ഹൗസ് കെട്ടി നേരെ തിരുവനന്തപുരത്ത് പൈപ്പ് ലൈൻ ഇട്ട് തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം കൊണ്ടെത്തിക്കുക എന്നുള്ള പദ്ധതി. ആ പദ്ധതി വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി സാധ്യമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 206 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് അതിന് ഈ നെയ്യാർ ഡാമിലുള്ള അത് തിരുവനന്തപുരത്തേക്ക് വെള്ളം കൊണ്ടുവരുന്ന പദ്ധതി, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നേ ഉള്ളൂ. തുക അനുവദിച്ചിട്ടുണ്ട്. ശംഖുമുഖം വേളി റോഡ് വികസനം തീരദേശ റോഡ് നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിലും തീരജനത സന്തുഷ്ടരാണ്. ദീർഘകാല അഭിലാഷമാണ് യാഥാർത്ഥ്യമാകുന്നത്. പാർവതി പുത്തനാർ നവീകരണത്തിനായുള്ള പ്രപ്പോസലിന് കിഫ്ബിയുടെ അപ്രൈസൽ അന്തിമഘട്ടത്തിലാണ്. പൂന്തുറ മുതൽ ശംഖുമുഖം വരെയുള്ള ഭാഗത്ത് ഓഫ് കോർ ബ്രേക്ക് വാട്ടർ പ്രോജക്ട് നടപ്പിലാക്കുന്നതിനായി 150 കോടി രൂപയുടെ പദ്ധതിക്ക് തത്വത്തിൽ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമായി പരീക്ഷണാർത്ഥത്തിൽ പൂന്തുറയിൽ 1.5 കിലോമീറ്റർ ദൈർഘ്യം പ്രവൃത്തി നിർവഹിക്കുന്നതിന് 18 കോടി രൂപയുടെ ഭരണാനുമതിയും നൽകി കഴിഞ്ഞു. വേളി ടൂറിസ്റ്റ് വില്ലേജിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലകളെയും ഒരുപോലെ സ്പർശിച്ചാണ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വികസനങ്ങൾ.